പക്ഷേ ഈ ഒരു 21 ദിവസം നമ്മൾ ഡിസിപ്ലിനോടെ ഈ 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് രാവിലെ എന്നിട്ട് ഇത് മാത്രം 2 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റം വലുത് തന്നെയാണ്. എപ്പോഴും മാറ്റം. നമസ്കാരം, അലക്സാഞ്ചന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീ ആദിയാണ്. തൃശ്ശൂരിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. ജനനം സുഗത മരണം കരുണ മിലനം മധുര സ്മരണം കരുണ കാലവശാന്ത സകലം കരുണ സമയാധിപതേ അഖിലം കരുണ. നമസ്കാരം. ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അപ്പം നാഗാരാധന അല്ലെങ്കിൽ സർപ്പ മെഡിറ്റേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇപ്പം അറിഞ്ഞു പോരുന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ വിളിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും പിന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഇത്തരം മെഡിറ്റേഷൻസ് ആണെങ്കിലും ആരാധന ഉപാസനയാണെങ്കിലും ഒക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആത്മീയതയിൽ വളർന്ന് നമുക്ക് മോക്ഷപ്രാപ്തി എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അപ്പം ആത്മീയതയിൽ വളരുക എന്ന് പറയുന്നത് ഭൗതിക തലത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പം എല്ലാവർക്കും ആത്മീയതയെപ്പറ്റി ഏത് രീതിയിലാണ് ധരിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. പലർക്കും പല ധാരണയായിരിക്കും. ചിലർക്കത് എൻലൈറ്റ്മെൻ്റ് ആയിരിക്കാം, ചിലർക്കത് മോക്ഷപ്രാപ്തി ആയിരിക്കാം, ചിലർക്കത് പൂർണ്ണമായ ഒരു അറിവ് ലഭിക്കുക എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇനി ഒരു ജന്മം എടുക്കരുത്, അല്ലെങ്കിൽ ഇതോടുകൂടി പൂർണ്ണ അറിവിലൂടെ നമുക്ക് സമാധിയാവണം എന്നായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിൽ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയതയിൽ വളരേണ്ടത്? അപ്പം മെഡിറ്റേഷൻ എങ്ങനെയാണ് അതിനെ സഹായിക്കുന്നത്? സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെല്ലാം എല്ലാവരും ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനും അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ആത്മീയതയിലേക്ക് ഇറങ്ങുന്നത്. ലൈഫിലെ ചില പ്രയാസങ്ങളാവാം, എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഏതെങ്കിലും വേണം, പ്രാർത്ഥനയോ മെഡിറ്റേഷനോ എന്തെങ്കിലും ക്രിയകളോ ഒക്കെ തന്നെ. പക്ഷേ ആത്മീയ യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭൗതികപരമായിട്ട് നമ്മൾ പറയും എല്ലാം സ്റ്റേബിളാണെന്നുള്ളത് ശരിയാണ്, എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ആത്മീയരായ നമ്മൾ ആത്മീയരായിട്ടുള്ള മാർഗത്തിലേക്ക് ഇറങ്ങുമ്പം അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ പോയി ചേരും. ആത്മീയരായ നമ്മളൊരു ഊർജ്ജമാണല്ലോ. ഈ ഊർജ്ജത്തിനൊരു അടിസ്ഥാന ലക്ഷ്യമുണ്ട്. ആ ഊർജ്ജം അത് റിയലൈസേഷൻ ചെയ്ത് ആ വക്കിലേക്ക് എത്തും. ആ ഒരു വക്കാണ് പറയുന്ന മുക്തി, മോശം എന്നുള്ളത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പലതരമാണ്. ക്രിയകളുണ്ട്, ഭക്തിയോഗകളുണ്ട്, പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. എപ്പോഴും ധ്യാനം പരിശീലിക്കുന്ന ഇപ്പോൾ സിദ്ധ പരമ്പരയിലുള്ള ധ്യാനമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എന്താണ് ധ്യാനമെന്നും ധാരണയെന്നും സമാധിയെന്നും ഉള്ളൊരു സ്റ്റേറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും. നമ്മുടെ ശരീരം തന്നെ ആ ഒരു ഊർജ്ജത്തെ അനുഭവിച്ചറിയാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട്, മോക്ഷം എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ആനന്ദത്തിന് പറയുന്നൊരു വാക്കാണ്. ആ ആനന്ദം ഇങ്ങനെ നമ്മൾ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭൂതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന വിദ്യകളിലൂടെ നമ്മൾ ആ ഒരു പരമമായിട്ടുള്ള ഒരു പ്രകാശത്തിലേക്ക് ലയനം ചെയ്യുകയാണ്. അവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. അതിനല്ലേ നമ്മൾ ഏതോ ഒരു ദൈവം വന്നോ ആരോ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ആശയമേ അല്ല. നമ്മൾ പരിശീലനത്തിലൂടെ അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ് എപ്പോഴും ആത്മീയ യാത്രയിൽ ഒറ്റൊരു ലക്ഷ്യമുള്ള എൻലൈറ്റ്മെൻറ്റ്. ശുദ്ധമായുള്ള ആ ജ്ഞാനത്തെ നമ്മൾ അറിയുക എന്നുള്ള ആ ബോധം. അതെ, ആദ്യ സ്റ്റേജ് നമ്മൾ ആ ബോധം, ആ ധാരണ നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മൾ പറയല്ല, സഹജജ്ഞാനം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. ഞാൻ പറയുന്നതും മാമിൻ്റെ ഉള്ളിലുള്ളതും ഒന്ന് തന്നെയാണ്. അത് മാമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇൻറ്റ്യൂഷൻ, ഒരു ധാരണയും കൂടി വരുമ്പം അത് കറക്റ്റായി അല്ലേ? എല്ലാവർക്കും ആത്മീയ ജ്ഞാനം കേട്ടാൽ മനസ്സിലാവില്ല. അവർ പറയുമ്പോൾ അവർക്കത് ഉള്ളിൽ നിന്ന് അവരുടെ സഹജജ്ഞാനം എത്തിയിട്ടില്ല. അതെത്താത്ത എന്താ, അവർ മായയിലായതുകൊണ്ടാണ്.
മായ മീൻസ് മാം നമ്മുടെ ഓരോ ചക്രങ്ങളും ജന്മജന്മാന്തരം എടുത്താണ് അത് അതിൻ്റെ ഒരു ഊർജ്ജപ്രാപ്തിയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ജന്മജന്മാന്തരം യാത്ര ചെയ്ത് എല്ലാ ജന്മത്തിലും വാട്ട് ഹാപ്പിനെസ്, എന്താണ് ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള സന്തോഷം തേടി 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 നമ്മൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഒരു റിയലൈസേഷനിലേക്ക് വരും, വേറൊരു ഉള്ളിലിരിക്കുന്ന ഒന്ന് ഒരു ആനന്ദം നിറഞ്ഞ ഒന്നാന്നുള്ളത്. കസ്തൂരിമാൻ അതിൻ്റെ സുഗന്ധം പറഞ്ഞ് കാട് മുഴുവൻ തെളിഞ്ഞ് നടക്കുന്നത് പോലെ നമ്മളും അവസാന ഘട്ടം എന്തിനാണ് നമ്മുടെ പരമമായിട്ടുള്ള ഹാപ്പിനെസ് ഇരിക്കുന്നത് നമ്മളും എന്ത് ചെയ്യും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളുള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു ലൈഫ് ടൈമോ 2ാം ലൈഫ് ടൈമോ 3ാം ലൈഫ് ടൈമോ 4ാം ലൈഫ് ടൈം എടുക്കുന്ന സമയം ഈ ജ്ഞാനം നമുക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആവാൻ പറ്റും. നമ്മൾ അതിൻ്റെ പരിശീലനത്തിൽ നിൽക്കുന്നവരാണ്. ആ പരിശീലനത്തിൻ്റെ ഇടയിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്കത് കത്തി തുടങ്ങും. അപ്പം നമ്മുടെ സഹജജ്ഞാനം, ഇൻറ്റ്യൂഷൻ, അന്തർജ്ഞാനം പെട്ടെന്ന് വർക്ക് ചെയ്ത് തുടങ്ങും. ജപവും തപവും ഒക്കെ കൊണ്ടല്ലേ നമുക്ക് ഇൻറ്റ്യൂഷൻ, അന്തർജ്ഞാനം കിട്ടുന്നത്. അപ്പോൾ ഉള്ളിലിരിക്കുന്നത് എന്ത് ചെയ്യും, ഉള്ളിൽ നിന്ന് കേട്ട് കേട്ട് നമ്മൾ തുടങ്ങും. അപ്പം നമ്മൾ ഏതെങ്കിലും പരിശീലനത്തിൽ ഇറങ്ങി ആദ്യ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ധാരണ വരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പൂർണ്ണമായിട്ടും എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത്, ആ ഒരു സ്പിരിറ്റിനെ ധാരണ കൊണ്ട് പരബ്രഹ്മബോധം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. അതിനുശേഷം സദാസമയം ധ്യാനം അല്ലേ. ധ്യാനം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ ധ്യാനിക്കുന്നോ 2 മണിക്കൂർ ധ്യാനിക്കുന്നതുമല്ല, അതൊക്കെ പരിശീലനം മാത്രമാണ്. 24 മണിക്കൂറും നമ്മൾ ധ്യാനാനുഭൂതി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു നോർത്ത് ഓർ സ്റ്റേജ്, ഒരു ചിന്തയില്ലാത്ത അവസ്ഥ. നമ്മൾ ഇമോഷണലി മൊത്തത്തിനോട് ഡിറ്റാച്ച്മെൻറ്റ്. ഇമോഷണൽ എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണോ എല്ലാം ഇമോഷണലി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സൃഷ്ടിക്കുന്ന ബൗണ്ടറീസാണ്. ഇപ്പോൾ പറയുന്നതിൽ എല്ലാവരും മെറ്റീരിയലായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളെല്ലാം ഭൗതിക ജീവിതത്തിൽ നിൽക്കുന്നത് കേൾക്കുമ്പോൾ കുറച്ച് റിലേറ്റഡ് ആവാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്കെല്ലാം നമ്മുടെ അച്ഛനോടും അമ്മയോടും കുടുംബത്തിനോടും എല്ലാം തന്നെ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഒരു ഇമോഷണലി ഉണ്ടാകുന്നൊരു ഇതുണ്ട്. അപ്പം ഇതുപോലും നമ്മളിന്ന് വിട്ടുപോകുന്നൊരവസ്ഥ. ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ മുന്നിൽ മരണപ്പെട്ടു പോയെന്ന് വെച്ചോ, നമ്മൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ ദുഃഖിച്ചു പോകും. ഏതൊരു ഹ്യൂമൻ ബീങ് ദുഃഖം, അതാണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഡിവൈൻ നേച്ചറിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ഇമോഷണലി നമ്മൾ മാറുവാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ നടന്നാലും ഇതൊന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ പോലെ ഇമോഷണലി മൊത്തം നമ്മൾ വിട്ടുപോകുന്നൊരവസ്ഥ. അവിടെയാണ് നമ്മൾ ശൂന്യത അനുഭവിക്കുന്നത്. ഒരു തോട്ടില്ലാത്ത അവസ്ഥ, ഒരു ചിന്തകളില്ലാത്ത അവസ്ഥ. അങ്ങനെ നമ്മൾ ധ്യാനവും ധാരണയും കൂടി എത്തുന്ന ഒരു സ്റ്റേറ്റിൽ നമുക്കുണ്ടാകുന്ന ഒരു സമാധിയാണ് നിർവികൽപ്പ സമാധി. ഇതാണ് പതഞ്ജലി സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സംയുന എന്ന് പറയുന്ന അവസ്ഥ. നമ്മൾ ധ്യാനവും ധാരണയും സമാധിയും കൂടി ഒരുമിച്ച് പോകുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും സ്പിരിച്വൽ ജേണിയിലേക്ക് പോകുന്നത്. അവിടെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്താണെന്നുള്ള ബോധത്തെ. ഞാൻ സദാസമയം ധ്യാന അനുഭൂതിയിൽ നമ്മുടെ നേച്ചറുമായിട്ട് കണക്റ്റഡായി, എൻ്റെ ബോധവുമായിട്ട് ഞാൻ വന്നു. എൻ്റെ ബോധം ഞാനുമായിട്ട് വരുമ്പോൾ ആ GPS പിന്നെ കറക്റ്റായിട്ടല്ലേ പോകുന്നത്. പിന്നെ ആ യാത്ര എങ്ങോട്ടെന്നുള്ളത് നമുക്ക് വേണ്ട, ആ റൂട്ട് കറക്റ്റായി കഴിഞ്ഞു. സദാസമയം അതിൻ്റെ അനുഭൂതിയിലിരിക്കുവാണ് അല്ലേ. നമ്മൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ഒരു സത്യത്തെ അറിയുന്ന സമയം അത് നമുക്ക് നിഷേധിച്ച് കളയാൻ പറ്റുമോ? അതേപോലെ സദാസമയം ആ സത്യം ഇങ്ങനെ നമ്മളിലേക്ക് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതാണ് എപ്പോഴും ആത്മീയ യാത്രയിൽ മുക്തി മോക്ഷം എന്നൊക്കെ പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ്. നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് റിയലൈസേഷൻ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണ് ഇതെല്ലാം. എന്നിട്ടാണ് നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്നു പോകുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് എൻ്റെ ഒരു മനസ്സിൽ വന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ കലികാലത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു 1000-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പം മനുഷ്യരുടെ. ഇപ്പം മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ എല്ലാം ഇപ്പം ഈ പറഞ്ഞ ഭൗതികമായ ഒരു ജീവിത തലത്തിൽ തന്നെ ജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ മുക്തി എന്ന് പറയുമ്പോഴും ഒക്കെ ഈ കാലത്ത് നടക്കുമോ, ഇതൊക്കെ ഇപ്പോൾ സാധിക്കുന്നതാണോ, ഈ പ്രായത്തിലൊക്കെ അത് എങ്ങനെ ജീവിക്കും, മുന്നോട്ട് പോകും എന്നൊക്കെ ചിന്ത വരും. അപ്പോൾ ഇപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരുപാട് ഭക്തിതലത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഒരുപാടത്ത് പോയിട്ടുള്ളപ്പോൾ അനുഭവം വെച്ച് പറയുകയാണ്, ഈ അബണ്ടൻസും കൂടെ കണക്ട് ചെയ്യാൻ ഇപ്പോൾ ഭക്തി പലരും പറയാറുള്ളത്. അതായത് പണ്ട് കാലത്ത് ആശ്രമങ്ങളിലോ അല്ലെങ്കിൽ വീടില്ലാതെ എവിടെയെങ്കിലും മരച്ചുവട്ടിൽ പോയി ധ്യാനിക്കുന്നതിന് പകരം ഇന്നത്തെ കാലത്ത് കാണുന്ന വെച്ചാൽ വാഹനം വേണം, വീട് വേണം, ഇവിടെ ഇതെല്ലാം വേണം താനും. പക്ഷേ നമ്മൾ ഭക്തിയിലേക്ക് പോകും വേണമെന്നുള്ള അബണ്ടൻസ് ലെവലിലേക്ക് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് തോന്നിയിട്ടുണ്ട്. അതെന്താ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് എന്താ ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളത്? ഞാൻ പറയല്ലോ, സ്പിരിച്വാലിറ്റിയിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് അദ്വൈതമുണ്ട്, ഒന്ന് തന്ത്രയുണ്ട്. തന്ത്രയുടെ മാനങ്ങൾ എപ്പോഴും ഡിഫറൻസ് ആണ്. എപ്പോഴും നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ കലികാലത്തിലാണെങ്കിലും നമ്മൾ എപ്പോഴും പറയാമല്ലോ, എപ്പോഴും എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതെല്ലാം ഞാൻ പരിശീലനം എന്ന് പറയുന്നതും ആത്മീയ യാത്രയിലേക്ക് വന്നത് എൻ്റെ നിശ്ചയമല്ലായിരുന്നു. ഞാൻ അതിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ്.
അപ്പം അതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് എനിക്ക് നന്നായി അറിയാം എല്ലാ വ്യക്തികളും മുക്തി മോശമൊന്നും ആഗ്രഹിക്കരുത്. ആത്മീയ പാതയിൽ വന്നത് ആഗ്രഹമല്ല. ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മൾ എന്തിനാ ആഗ്രഹിക്കാൻ പോകുന്നത്? അതിൻ്റെ ടേസ്റ്റിനെ അറിയുക. ഒരു തവണ നമ്മളൊരു രുചി അറിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഉറയ്ക്കും. പിന്നെ നമുക്ക് എൻ്റെ ഭൗതിക ജീവിതം അല്ല എൻ്റെ ആത്മീയ ജീവിതം ഇങ്ങനൊരു കൺഫ്യൂഷൻ ഇല്ല, അവിടെ ക്ലാരിറ്റി വരുവാണ്. അപ്പോൾ ആ ടേസ്റ്റിനെ അറിയാൻ വേണ്ടി മുക്തി മോശമൊന്നും വേണ്ട, പരിശീലനം മാത്രം കൊടുക്കുക. ഇപ്പം മാം ചോദിച്ച പോലെ തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇപ്പം തന്ത്രയുടെ മാനത്തിൽ 10,000 കണക്കിന് വീടോ 10,000 കണക്കിന് കാറോ ഇതൊന്നും വരുന്ന തെറ്റല്ല. ഇതിനൊരു ഉദാഹരണമാണ് മഹാനായ ഓഷോ. അദ്ദേഹം വലിയൊരു താന്ത്രികനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, എപ്പോഴും അദ്വൈതികൾ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവരെപ്പോഴും അവർക്ക് എല്ലാത്തിനെയും കാണുമ്പോൾ ഓടി നടക്കണം, മദ്യം കാണുമ്പോൾ മാറി നടക്കണം, അല്ലെങ്കിൽ പണം കാണുമ്പോൾ മാറി നടക്കണം, ഇതൊക്കെ അതാണ്. പക്ഷെ തന്ത്രം എങ്ങനെയാണെന്നറിയോ? എപ്പോഴും അദ്വൈതത്തിൽ പറയുന്ന കാര്യമാണ് മായ. ഈ ലോകം മുഴുവനും മായാ ലോകമാണ്. നമ്മുടെ ഉള്ളിലേക്ക് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ആ ജ്ഞാനത്തിലിരിക്കണമെന്നുള്ളത്. എന്താണോ ബ്രഹ്മജ്ഞാനം കേട്ട് കേട്ട് ആ ജ്ഞാനത്തിൽ മാത്രം നമ്മൾ പോകണമെന്ന്, ബാക്കിയെല്ലാം മായയാണെന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. പക്ഷേ തന്ത്ര നേരെ തിരിച്ചാണ്, മായയെ ശക്തിയാക്കുവാണ്. മായയെ ശക്തിയാക്കുവാണ് തന്ത്രയിൽ. നമ്മുടെ സുഷുമയിലുള്ള പ്രാണൻ, മൂലാധാരയിൽ 2 ഇതുണ്ട്, തലങ്ങളുണ്ട്. ഒന്ന് ബോധം വർദ്ധിക്കുവാനും ഒന്ന് ബോധത്തെ തിരിച്ചറിയാതിരിക്കാനുമുള്ള ഒരു ക്രമീകരണം. നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിയെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കുമ്പിട്ട് തൊഴുന്നത് അല്ലേ? ഇതെന്താ? ഇടയും പിങ്കളയും സുഷ്മയിലുള്ള പ്രാണൻ നമുക്ക് ബോധമായി വരാനാണ് ഗണപതിയെ കാണുമ്പോൾ നമ്മൾ ഏത്തവിടുന്നത്. ഇത് ബോധമാണ്. അപ്പം ഈ മൂലാധാര ചക്രത്തിൽ തന്നെ 2 ടെൻഡൻസി ഉണ്ട്. നമ്മൾ ആത്മീയ പരിശീലനം ആരംഭിക്കും, നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പം വേണം, കുറച്ചുകൂടെ കഴിഞ്ഞ് പോരെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജ്ഞാനം കേട്ട് അത് സഹജജ്ഞാനമാണെങ്കിൽ പോലും നമ്മൾ എന്തിക്കും, ഇപ്പോൾ ഇതൊക്കെ വേണ്ടായല്ലോ. ബോധത്തെ തന്നെ കാണിക്കാതിരിക്കുന്ന ഒരു തലവും കൂടി നമ്മുടെ മൂലാധാര ചക്രയിലുണ്ട്. ഇതിനെ അറിഞ്ഞ താന്ത്രികന്മാരാണ് മായയെ മാറ്റി ശക്തിയാക്കിയത്. അവളെയാണ് ക്രമകാളിയാക്കിയത്. ദേവി മായയാണ്, മായയെ ശക്തിയാക്കി മാറ്റി. എപ്പോഴും കാശ്മീരി ശൈവം എന്ന് പറയുന്ന താന്ത്രിക പരിശീലനത്തിലൊക്കെ തന്നെ ത്രികാല തന്ത്രയിൽ പരയും പരാശക്തിയും, പരയെന്ന് പറയുന്ന നമ്മുടെ ശക്തി, ആ ശക്തി ഉണർത്തി കഴിയുമ്പോൾ നമ്മുടെ, ഞാൻ പറയില്ല, ഡിറ്റാച്ച്മെൻറ്റ് സ്റ്റേജ്. മനസ്സെന്ന് പറയുന്ന ശരിക്കും ഒരു താന്ത്രികമാണ്. മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയില്ല, പല ജോമെട്രീസ് ഉണ്ട് മനസ്സിന്. നമ്മൾ കാണും ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു ത്രികോണം, അല്ലെങ്കിൽ പല രീതിയിലുള്ള, അല്ലെ ദേവീ ക്ഷേത്രത്തിൽ പല രീതിയിലുള്ള യന്ത്രങ്ങളും പലതും കാണും. ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള രീതിയിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള മാർഗങ്ങളാണ്. നമ്മുടെ ശൂന്യതയിലേക്ക്, ശിവനാവുന്ന ബോധത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള മാർഗങ്ങളാണ് ഇതുപോലുള്ള കുണ്ടലിനി പരിശീലനങ്ങളെന്ന് പറയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേഗതയാണ് കാര്യങ്ങൾ. അവിടെ മായയില്ല, മായ ശക്തിയായി. നിങ്ങളെ നിരന്തരം തെറി വിളിക്കുന്ന ഒരാളൊപ്പം പോയി ജീവിക്കാനും നമുക്ക് പറ്റും. എന്തുകൊണ്ടാണ്? ഈ തെറി കേട്ടാൽ നമുക്ക് എന്തേലും ആവണ്ടേ? അവിടെ ഇമോഷണൽ ഇല്ലാത്ത ഒരാൾക്ക് എന്താ പ്രശ്നം? അവിടെ പൈസ എത്ര വന്നാലും പൈസ അനാവശ്യമായിട്ട് കൈകാര്യം ചെയ്യാതെ അതിലൊരു കോൺഷ്യസ് ഉള്ള ഒരാൾക്ക് എന്താ പ്രശ്നം? അവിടെ എത്ര വലിയ വീടും എത്ര സ്വത്തും ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ബോധം നഷ്ടപ്പെടാതെ ബോധത്തിൻ്റെ സുഖത്തിലിരിക്കുന്ന ആൾക്ക് എന്താ പ്രശ്നം? ജ്ഞാനികൾക്ക് പ്രശ്നമാണ്. ജ്ഞാനികൾക്ക് ഇത് കേട്ടിട്ട് വലിയ സുഖ സൗകര്യങ്ങൾ വരുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന വെച്ചാൽ അവർക്ക് ശക്തിയില്ല, അവർ ആ വൈബ്രേഷനെ അറിയുന്നില്ല. അതേസമയം ഒരു ഊർജത്തിൽ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ പ്രശ്നമില്ല. അവർ താന്ത്രികരും കൂടിയാണ്, അല്ലെ തന്ത്രയിലാണ് അവർ പരിശീലിക്കുന്നത്. എപ്പോഴും നമ്മുടെ പരിശീലനം എല്ലാം ഊർജ്ജ തലത്തിലാണ്, ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ, എനർജി. ആ എനർജി ഡയമെൻഷനിൽ പരിശീലിക്കുമ്പം ഫീലിംഗ് ആണ്. എപ്പോഴും ബ്രാഹ്മി 21 ഡേയ്സിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, എന്താണ് ഗുരുജി ഒരൊറ്റ മന്ത്രം മാത്രം, ആം നമഃശിവായ മന്ത്രം ഇവരെ കൊണ്ട് 3 മണിക്കൂറും ഒക്കെ ജപിപ്പിക്കാറുണ്ട്, അല്ലെ ദേവി മന്ത്രം ഒറ്റ, അപ്പം നിരന്തരം മന്ത്രങ്ങൾ എന്ത് ഉപയോഗിച്ചുകൂടെ എന്നൊക്കെ തുടക്ക സമയത്ത് വന്നൊരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂർണ്ണാംഗൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുജി ഇപ്പം ആ മന്ത്രം ഞാൻ ഉച്ചരിക്കുമ്പോൾ തന്നെ എന്തൊരു വൈബ്രേഷനാണെന്നറിയാം, ബോഡിയിൽ ഇരുന്ന് പോവാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് മന്ത്രത്തിൻ്റെ ആവശ്യമില്ല, നമുക്കൊരു രീതിയിലുള്ള പൂജകളുടെ ആവശ്യമില്ല. പക്ഷേ എനർജി അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു മന്ത്രമാണെങ്കിൽ, ഒരു ക്രമീകരണമാണെങ്കിൽ മാത്രം. ഇത് ഊർജം കൊണ്ടുള്ള മാത്രം നിർമ്മാണമാണ്. ഇത് ഞാനായിട്ട് തുടങ്ങിയതല്ല, അഗസ്ത്യനായിട്ട് തുടങ്ങിയതാണ്, അല്ലേ? ശിവപരമ്പരയിൽ വരുന്നവരെല്ലാം ഊർജം. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഗുപ്തകാശിയിലോട്ട് പോയി നോക്കിയാൽ അവിടുത്തെ ലിംഗം ഇന്നും ഊർജം കൊണ്ട് നിൽക്കുന്നത്, അല്ലേ? ഇന്നിപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു എനർജി ഉണ്ട്. അവിടെ എന്തുകൊണ്ടാണ് എനർജി? അതൊരു സമയം നിർമ്മിച്ചതാണ്, അതൊന്നും കൊണ്ടും പോത്തില്ല. അവിടെ ചെന്ന് മന്ത്രം വേണ്ട, തന്ത്രം വേണ്ട, അവിടെ ഇരിക്കുമ്പോൾ തന്നെ എനർജി വരും.
അപ്പം എനർജിയാണ് മാം നമ്മുടെ മായയെ ശക്തിയാക്കി മാറ്റുന്നത്. അവിടെ പൈസയ്ക്കോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പ്രശ്നമില്ല. അവിടെ പക്ഷേ ആ ശക്തി അനുഭവിക്കണം. ഈ ആത്മബോധവും ആത്മമുക്തിയും എന്തെന്നുള്ള ഈ സദാസമയം നിലകൊള്ളുന്നൊരു സ്റ്റേറ്റിൽ വരണം. അവിടെ നിന്ന് കീപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ജ്ഞാനം മാത്രമായി തീരും. അത് നമ്മളെല്ലാവരുടെ അടുക്കലും പറയും. നമ്മൾ ആ ഫീലിങ്ങിലില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദിക്കാൻ ഇപ്പോൾ സംസാരിച്ച് വന്നായിട്ട് കണക്ട് ചെയ്ത്, അതായത് 21 ദിവസത്തെ മെഡിറ്റേഷൻ, ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിലുള്ള മെഡിറ്റേഷൻ ഉള്ള 21 ദിവസത്തെ മെഡിറ്റേഷൻ ഇപ്പം നടക്കാൻ പോവുകയാണ്. അപ്പം ആ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ബ്രഹ്മമുഹൂർത്തമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്. അപ്പം അതിരാവിലെ എണീറ്റ്, അതായത് സൂര്യോദയത്തിന് ഒരു 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പാണ് സാധാരണ ബ്രഹ്മമുഹൂർത്തം ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് മുമ്പുള്ള മുഹൂർത്തവും ശേഷമുള്ള മുഹൂർത്തവും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് എണീറ്റ് ഇതുപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എത്രമാത്രം എഫക്റ്റീവായിട്ട് നമുക്കത് മെഡിറ്റേഷൻ കൊണ്ടുപോകാൻ സാധിക്കും? തീർച്ചയായും എപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞു ഊർജം പല രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ സന്ധ്യാസമയത്ത് എനർജി അല്ല, രാവിലെ സമയത്ത് എപ്പോഴും ആ ഊർജ്ജ തലത്തിൽ ഇപ്പോൾ ഒരു ഹഠയോഗി സദാസമയം ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഊർജ്ജത്തെ ഉള്ളിൽ അറിയുന്നുണ്ട്. ചന്ദ്രൻ വരുമ്പോഴും സൂര്യൻ വരുമ്പോഴും അതിൻ്റെ ക്രമീകരണം അവർക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് എപ്പോഴും നമ്മൾ ഒരു ടൈമിങ്ങിന് ഇപ്പോൾ 4 മണി മുതൽ 6 മണി വരെയൊക്കെയാണ് ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷൻ നടക്കുന്നത്. നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എണ്ണിട്ടിട്ട് അതൊരു തരത്തിലെ ധ്യാന പരിശീലനമാണ്. നമ്മൾ ധ്യാനം പരിശീലിക്കുന്ന സമയം നമുക്ക് ആന്തരിക ഘടനയിൽ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. ഒന്നാമത്തെ കാര്യം, നമ്മൾ രാവിലെ എണ്ണിറ്റ് പിറ്റേ ദിവസം അതേ ടൈമിൽ എണ്ണിക്കുന്ന സമയം നമുക്ക് സമയം വളരെയേറെ വേഗതയോട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് നമ്മുടെ ബോറടി ഇല്ല. അവിടെ ഒരു ഉന്മേഷത്തോട് കടന്നു പോകും. നമ്മുടെ മൂഡ് ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയല്ലേ, ആ ഒരു സ്റ്റേറ്റിലൂടെ പോകും. ക്ഷീണമല്ല വരുന്നത്. അതെ. പിന്നെ നമുക്ക് ടൈമിങ്, നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ഇതുണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റ് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പരിശീലിക്കുന്നത്. നമ്മുടെ സോളിനല്ലേ, ഈ ബോഡിയും മൈൻഡും കൊണ്ട് നടക്കുന്ന ആ ഊർജ്ജത്തെ ആദ്യം ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജ ചക്രങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരമുള്ള ഒരു ആവേശമുണ്ട്, നമ്മുടെ പീക്ക് ലെവൽ ഓഫ് എനർജി. നമുക്ക് എവിടെ പോകാനും അല്ലേ, നമ്മൾ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാനും നമുക്ക് എത്ര ആളുകളോട് വേണമെങ്കിലും സമയം കണ്ടെത്തി മിണ്ടുവാനും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉന്മേഷം ഉണ്ടാവും. അതിന് നമ്മളെ ധ്യാനത്തിലൂടെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇമോഷണലി ഉള്ള നമ്മുടെ സ്റ്റെബിലിറ്റി. നമ്മൾ പലപ്പോഴും നമുക്കിപ്പോൾ ഒരാളോട് സംസാരിക്കുന്ന സമയം നമ്മുടെ കഴിഞ്ഞ കാലം ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം വരും. നമ്മൾ ആ പ്രസന്റ് സ്റ്റേജിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. അപ്പം ആ പ്രസന്റിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ധ്യാനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതാ മൊമെന്റ് എന്ന് പറയുന്നത്, ഈ നിമിഷം എന്ന് പറയുന്നത്, ഈ നിമിഷത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. അത് 21 ദിവസം തുടങ്ങുന്നത് പൗർണമി ദിവസം തൊട്ടാണ് തുടങ്ങുന്നത്. എങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ പൗർണമിക്ക്, അതായത് ചന്ദ്രൻ വെരി പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്താണല്ലോ ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നത്. അല്ല, നമ്മൾ ഈ മാസം 21-ാം തീയതി ആരംഭിക്കും. 21-ാം തീയതി ആരംഭിച്ചിട്ട് പൗർണമി അതിൽ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഒരു പരിശീലനത്തിൽ ഈ പൗർണമി സമയത്തൊക്കെ അവർക്കൊക്കെ ഭൈരവ സാധനയൊക്കെ ആയിരിക്കും. ഇതിലൊക്കെ കുറേ ക്രമീകരണങ്ങളുണ്ടല്ലോ മാം. എന്ന് വെച്ചാൽ 21 ദിവസം ഞാനാണ് 2 മണിക്കൂർ അവർക്ക് ലൈവായിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന സമയം ഞാനൊരു സഹജ സമാധി അവസ്ഥയിൽ ഇരുന്നുകൊണ്ടാണ് അവർക്ക് ആ സാധനം എടുത്തു കൊടുക്കുന്നത്. അപ്പം എനർജിയാണ് അതിലെല്ലാം ഫീൽ ചെയ്യുന്നത്. അതിലൂടെ പിന്നുള്ള പരിശീലനത്തിലൂടെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മനസ്സ് ക്ലാരിറ്റിയോട് ഇരുന്ന് കഴിഞ്ഞാൽ, മനസ്സ് ശുദ്ധതയോട് ഇരുന്ന് കഴിഞ്ഞാൽ, മനസ്സ് ഈ പ്രസൻറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, പിന്നെ ലൈഫിൽ നമ്മൾ ജീവൻ്റെ ഹ്യൂമൻ എന്താണെന്നും ഒരു ഡിവൈൻ്റെ നേച്ചർ എന്താണെന്ന് നമുക്കറിയാൻ പറ്റല്ലേ. നമ്മുടെ ബോഡി ഇവിടുത്തെ ആയിരിക്കും, പക്ഷേ ഒരു ഡിവൈൻ നേച്ചർ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സംതൃപ്തമായിരിക്കും. ഇത് ഏത് തരം മെഡിറ്റേഷനാണ്? സർപ്പ മെഡിറ്റേഷനാണോ? എന്ത് മെഡിറ്റേഷനാണ് ചെയ്തു പോരുന്നത്? നമ്മൾ ഈ 21 ഡേയ്സിലും അടിസ്ഥാന 4 ചക്രങ്ങളെ ഊർജ്ജസ്വലമാക്കാനായിട്ടുള്ളതാണ്. അപ്പം മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയും അനാഹതി എന്ന് പറയുന്ന ചക്രങ്ങൾ വിശുദ്ധി വരെ പോകില്ല. എന്ന് വെച്ചാൽ വിശുദ്ധി പോലുള്ള ചക്രങ്ങൾ അങ്ങനെ ഭൗതികത്തിൽ ജീവിക്കുന്നവർക്ക് ആവശ്യമില്ലാത്തതാണ്. അവിടെ ഊർജ്ജം വരും, എനർജി വരും, പക്ഷേ ശുദ്ധിയാണ്. അവിടെ കൂടുതൽ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഭൗതിക ജീവിതത്തിൽ കൂടുതൽ വെച്ചാൽ അതൊരു ഫയറിംഗ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ, പല സമാധി അവസ്ഥയിലേക്ക് കടക്കുന്ന സമയം എനർജി ആവാം. ഞാൻ പറഞ്ഞല്ലോ, ചക്രങ്ങൾ പൂർണ്ണമായിട്ടും ഒരു BP മിഷൻ പോലാണ്. അത് സാധന ചെയ്യുന്ന സമയത്ത് കൂടി നിൽക്കുകയും സാധന ഗിരിതം കുറഞ്ഞു വരികയും ചെയ്യും. പക്ഷെ എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കേണ്ട ചക്രങ്ങൾ താഴോട്ടുള്ള 4 ചക്രങ്ങളാണ്. പറയല്ലോ, കുണ്ടലിനി വന്ന് മുകളിലോട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു നാഗത്തെ പോലെ. അപ്പം അതെപ്പോഴും അവിടെ ഒരു ബന്ധനമുണ്ട്. അവിടെ കായ്ക്കൽപ്പ എന്ന് പറയും. ആ ഒരു ബന്ധനാവസ്ഥ നിൽക്കണം. എന്നാൽ മാത്രമേ സദാസമയം നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സ്റ്റേറ്റിലേക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ശക്തി സാധനയുണ്ട്.
ഇതിൽ. പിന്നെ സർപ്പസാധനയുണ്ട്, ഭൈരവസാധനയുണ്ട്, ശിവാംഗയുണ്ട്. അതേപോലെ തന്നെ ഈ ചക്രങ്ങളെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് നിത്യേന പരിശീലിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ധ്യാന പരിശീലനങ്ങളും കൊടുക്കും. ഇത് 2 മണിക്കൂർ നേരമാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഒരു 25 മിനിറ്റ് വെച്ച് ചെയ്യാനായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കും. എന്നാൽ മാത്രം ഇതെന്ത് ചെയ്യും, ബാലൻസ്ഡ് ആകാൻ പറ്റും. 21 ദിവസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു തലം അത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ അല്ലേ. ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടാണ് കാർ നമുക്ക് ഷോറൂമിൽ നിന്ന് തരുന്നത്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം. അതേപോലെ നമ്മൾ ആ പരിശീലനം ചെയ്യണം. ആ പരിശീലനം ഒത്തിരി വലിയ കാര്യങ്ങളെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുക്തിയെക്കുറിച്ച് ചിന്തിക്കേണ്ട, മോക്ഷത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആത്മീയ ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ഭൗതികത്തിലുണ്ടാകുന്ന, നിങ്ങളുടെ മെൻ്റലി ഉണ്ടാകുന്ന ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ പ്രസൻറ്റിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്, ഇതിൻ്റെ 10,000 മടങ്ങാണ് നിങ്ങൾ ആത്മീയരായി തീരുമ്പോൾ ഉണ്ടാകുന്നത്. അതിലേക്കുള്ള മാർഗ്ഗം, ആ വഴിയിൽ കയറുക അല്ലേ. ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ അരികിൽ വന്നു കഴിഞ്ഞാൽ ഗുരുവിനോടൊപ്പം പേഷ്യൻസോട് നിൽക്കുക. ആ പേഷ്യൻസോടൊപ്പം നിന്ന് എന്തുണ്ടാവും, ആ തലത്തിലേക്ക് എന്തെങ്കിലും ഉയർന്നു പോകും അല്ലേ. ഓരോ ഗുരുക്കന്മാരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവരെ ആ പരബ്രഹ്മത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എത്ര പേര് ദീക്ഷ എടുത്തിട്ടുണ്ട്, അത്രയും പേരെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് അവരെ ഇവിടുന്ന് വിട്ടിട്ടേ ഗുരു ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഗുരുവിനോടൊപ്പം നിൽക്കുക എന്നുണ്ടെങ്കിൽ ആത്മീയതയുടെ പൂർണ്ണ തലം എന്താണെന്നുള്ളത് അവർ പൂർണ്ണമായിട്ടും അനുഭവിച്ചറിയും. അത് ഷുവറാണ്. പിന്നെ ഈ സർപ്പബലിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. അപ്പം അനന്തനായാലും അനന്ത ഭഗവാനായാലും പിന്നെ കാർക്കോടകനായാലും വാസുകി ഭഗവാനായാലും, അപ്പം ഇവർ ഈ പ്രതിഷ്ഠയോടുകൂടെ തന്നെ നമ്മളെപ്പോഴും കാണുന്നതാണ് സർപ്പ യക്ഷി അല്ലേ, നാഗയക്ഷിയമ്മ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു നാഗയക്ഷിയമ്മയുടെ പ്രാധാന്യം എങ്ങനെയാണ് കാണുന്നത്? ഇവരോടൊപ്പം തന്നെ നമ്മളത് ആ ഒരു പൂജ നടത്താറുണ്ട്. അപ്പം അതിനെപ്പറ്റി അത് പറയാമോ? പിന്നെ സർപ്പബലിയുടെ പ്രാധാന്യവും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും. ഇപ്പം സർപ്പബലി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൗത്ത് ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പം അവിടെ നേരെ തിരിച്ചാണ്. അവിടെ ഭൈരവയാധന എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. നമുക്ക് കൂടുതലും നമ്മൾക്ക് വാമാചാരമാണല്ലോ നമ്മുടെ ആചാരക്രമത്തിൽ ആദ്യ ഘടന എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷമാണ് കുലാചാരം വന്നതും ദക്ഷിണാചാരം വന്നതും. ദക്ഷിണാചാര സമയത്താണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള പദ്ധതിയും ആ രീതിയിൽ എത്തിച്ചത്. ഇപ്പോൾ വാമാചാരത്തിൽ എപ്പോഴും ഗുളികനാണ് ഗണപതി, നാഗരാജാവും നാഗേക്ഷിയമ്മയാണ് ശിവനും പാർവതി. വാമാചാരം പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. നമ്മുടെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് നോക്കുവാണെങ്കിൽ വാമാചാരത്തിൻ്റെ അടിസ്ഥാനമാണ് ഇന്നത്തെ തെയ്യവും കാര്യങ്ങളും എല്ലാം തന്നെ വാമാചാരമാണ്. നമ്മൾ വീണ്ടും കുറേ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ദക്ഷിണാചാരത്തിലേക്ക് കടന്നു കയറിയത്. ഇപ്പം യോഗയുടെ മാനത്തിൽ ഏറ്റവും ഉയർന്നൊരു പ്രോസസ്സാണ് ഭൈരവയാതന. അന്തിമ സമയത്ത് കാശിയിലേക്ക് എല്ലാവരും പോകാറുണ്ട് മുക്തിക്ക് വേണ്ടി. അവിടെ പോയാൽ മുക്തി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ശരിയാണ്, ഭൈരവൻ അത്രയും ശക്തീകരിച്ചാണ് അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ അന്തിമ സമയത്ത് ഇരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു യാതനയുണ്ട്, കാമമോഷം എന്ന് നമ്മൾ പറയും. ഈ കാമമോശമുള്ളൊരു വാക്കല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പല രീതിയിലുള്ള വികാരങ്ങൾ വിട്ടുപോകുമ്പോണ്ടാകുന്നൊരു അവസ്ഥയുണ്ട്. എല്ലാത്തിനോടും വിരക്തി തോന്നിയിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ പോകുന്ന എന്ന് വെച്ചാൽ അവരും ഈ ആനന്ദ ശരീരത്തിനെ അറിയുന്നില്ല. നമുക്ക് ബോഡി പലതരം ഉണ്ടല്ലേ. ഒരു തരത്തിൽ നമ്മുടെ ആനന്ദ ശരീരത്തെ, എനർജി ബോഡിയിൽ നിന്ന് ആനന്ദ ശരീരത്തിലേക്ക് കണക്റ്റഡ് ആകുമ്പോഴാണ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് സിദ്ധന്മാർ ബോഡിയെ ലെഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരുന്നത്. അതേസമയം ഭൈരവയാതന എന്ന് പറയുന്നത് എല്ലാ വൃത്തികേടും ചെയ്തിട്ട്, ജീവിതത്തിൻ്റെ എല്ലാ തെറ്റായ കർമ്മങ്ങളും ചെയ്തിട്ട് വന്നിട്ട് അവസാന സമയത്ത് പോകുന്നൊരു ഘടനയാണ്. അതും ഒരു ഗുരുവിൻ്റെ ഒരു ദീക്ഷയോട് കൂടിയാണ് ആ പ്രോസസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് വളരെയേറെ കഠിനമായൊരു പ്രോസസ്സാണ്. അവിടെ നമ്മൾ യാതന അനുഭവിക്കും. ആ യാതന നമ്മുടെ ശരീരം വിടുന്ന സമയത്ത് അത് ബ്രഹ്മപദത്തിലേക്ക് തന്നെ പോകും. എന്നാൽ പക്ഷെ അതൊരു തീവ്രമായ പ്രോസസ്സാണ്. പക്ഷെ നമ്മുടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ ബലികർമ്മങ്ങളാണ്. ഇപ്പോൾ കുരുതി കൊടുക്കുന്നു, അല്ലെ ദേവിക്ക് അതുപോലുള്ള ക്രിയകൾ ചെയ്യുന്നു, സർപ്പങ്ങൾക്ക് സർപ്പബലി ചെയ്യുന്നു. ഇതൊരു തരത്തിലെ നമ്മുടെ ഊർജത്തെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല അതെന്തിനാ, യാതന നമ്മുടെ കാമമോശമാണ്. ഇതുപോലുള്ള സർപ്പബലി ചെയ്തു കഴിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ നമ്മളെ ഇമോഷണലി നമ്മളെ കൊണ്ടുവന്ന പല ചിന്തകളുണ്ട്, നമ്മളെ ബന്ധനപ്പെടുത്തി വെച്ചിരിക്കുന്ന കുറേ കർമ്മങ്ങളുണ്ട്. ഇതിൽ നിന്നുള്ളൊരു മോക്ഷത്തിന് വേണ്ടി ഒരു തീവ്രമായിട്ടുള്ള പ്രോസസ്സാണ് എപ്പോഴും സർപ്പബലി എന്ന് പറയുന്നത്. അപ്പം മാം ചോദിച്ചതുപോലെ എന്തിനാണ് ഈ സർപ്പക്കാവിൽ നാഗേക്ഷിയമ്മ എന്ന് പറയുന്നത്? നമ്മുടെ വാമാചാര സമയത്ത് നമ്മുടെ ബന്ധപ്പെടുത്തി എപ്പോഴും നമ്മുടെ സർപ്പക്കാവുകൾ അതാത് സർപ്പദൈവങ്ങൾ വന്നിരിക്കുന്ന ഒരു കാവുകളല്ല.
നമ്മുടെ വീട്ടിലെ തന്നെ നമ്മുടെ കുലത്തിലുള്ള ഏതെങ്കിലും ഒരു ഉയർന്ന തലത്തിലെ യോഗീശ്വരനോ യോഗീശ്വരിയോ സമാധി പോകുമ്പം അവരെ അവിടെ കൊണ്ടുവന്നാണ് അടക്കാറുള്ളത്. അവരെ അവിടെയാണ് വെക്കാറുള്ളത്. അവരെ വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യും? ഇടയും പിങ്കളയുടെയും സങ്കല്പത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു കാവങ്ങ് വെക്കും. ഒരു നാഗരാജാവിനെയും നാഗേക്ഷ്യമയും എപ്പോഴും ഇടനാടി എന്ന് പറയുന്ന ദേവിയാണ് അല്ലെങ്കിൽ ചന്ദ്രനാണ്, സ്ത്രീ ശക്തിയാണ്. പിങ്കള എന്ന് പറയുന്നത് പുരുഷ ശക്തിയാണ്. അപ്പം ഇത് രണ്ടും കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യും? അവിടെ കൊണ്ടുവന്ന് കാവുകൾ ആവുത് വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ചിത്രകൂടം വെക്കുന്നത്. യോഗീശ്വരനും സങ്കല്പത്തിൽ ഇന്നും എല്ലാ കാവുകളിലും കാണാം. അപ്പം ഇടനാടിയും പിങ്കളയും കൂടി ചേർത്ത് അവിടെ സമാധിയുടെ ഊർജ്ജമാണ് അവിടെ ഉള്ളത് എപ്പോഴും. ആ സമാധി ഊർജ്ജത്തിൽ നമ്മളൊരു കർമ്മം ചെയ്യുമ്പം നമുക്കറിയാലോ, കാശി എന്ന് പറയുന്നത് എത്രയോ എൻലൈറ്റഡ് ആയിട്ടുള്ള എത്രയോ എനർജി ഉള്ള പ്ലേസ് ആണ്. അവിടെ പോയിട്ടാണ് അവിടെ ഭൈരവയാതന ചെയ്യുന്നത്. അപ്പം സർപ്പബലി ചില കാവുകളിലും അല്ലെ സർപ്പ രൂപങ്ങളിലും അല്ലെ എനർജി അവിടെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുന്ന സമയം എപ്പോഴും സർപ്പബലിയുടെ ആദ്യ പ്രാധാന്യം എന്ന് പറയാൻ നമ്മൾ ഏതൊരു യോഗ സാധനയിലേക്ക് ഇറങ്ങിയാലും നമ്മുടെ പിങ്കള നാടി കയറി ആക്റ്റീവ് ആവും. പിങ്കള നാടിയിൽ വരുന്നതാണ് ഈ മൂലാധാരയും മണിപ്പൂരകയും വിശുദ്ധിയൊക്കെ. അതൊക്കെ പെട്ടെന്ന് കയറി എനർജൈസ്ഡ് ആവും. എപ്പോഴും ഒരു വഴിയിലൂടെ അല്ല ചക്രങ്ങൾ പോകുന്നത്, ഇങ്ങനെ പോകുന്നത്. സർപ്പം ഇങ്ങനല്ല എഴയുന്നത്. അപ്പം ഇത് ഇങ്ങനെ പോയാൽ മാത്രമേ ഇടയും പിങ്കളയും കൂടി സംഗമിച്ച് പിങ്കളയിൽ വരണം. ഈ തേടയിൽ പിങ്കളയിൽ വരുന്ന സമയത്താണ് നമ്മുടെ നമ്മുടെ മൂന്നാം കണ്ണുണരുകയും അവിടാണ് നമ്മൾ ഈ ശൂന്യതയെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആത്മീയ ഊർജ്ജത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം ഇടനാടി എപ്പോഴും നമ്മുടെ കുലദൈവങ്ങളുമായിട്ട് നമ്മുടെ പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ്. നമ്മുടെ ആചാരത്തിൽ തന്നെ പറയാറുണ്ട്, വർഷത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ട് ബലിയിടണം കർക്കിടവാവിൻ്റെ അന്ന്. എപ്പോഴും ഇടനാടി എന്ന് പറയുന്ന നമ്മുടെ കുലദൈവങ്ങളും നമ്മുടെ പിതൃക്കളും ഒക്കെ തന്നെ ഈ ഒരു ഊർജ്ജത്തിലുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊരു മുറ്റിയോ അല്ലെ ആത്മീയ ഊർജ്ജമൊന്നും അറിയില്ല. നമ്മളിപ്പം നമ്മുടെ ഇതിൽ തന്നെ സർപ്പപൂജ അല്ലെ നമ്മുടെ തന്നെ ഉയർന്നൊരു പ്രോഗ്രാം ഉണ്ട്, ചന്ദ്രാസ ഗ്രഹസ്പതി. അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് ഉണ്ട്, നോക്കണം. അവരുടെ ഇടനാടി അവരുടെ കുലദൈവവുമായിട്ടൊക്കെ അവർ ബന്ധപ്പെട്ട അവസ്ഥ. രണ്ടാമത് അവരവരുടെ കുലദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തുണ്ടെന്നൊരു സംതൃപ്തിയുണ്ട്. മാം, ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നറിയാം. എപ്പോഴും ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഉപവാസം, ഒത്തിരിയും കാലം മിണ്ടാതിരിക്കുക, തപസ്സിരിക്കുക, 10 ദിവസം സൈലൻസിനിരിക്കുക. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ പരിശീലനത്തിലേക്ക് കൊണ്ടുപോയി അവരെ ആ മധുരം അറിയിക്കാനാണ്. പക്ഷേ ഇതുപോലുള്ള സർപ്പബലി അല്ലെ ചന്ദ്രാസ ഗ്രഹസ്പതി പോലുള്ള ഇടനാടിയെ ബന്ധപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ പല പരിശീലനത്തിലൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടനാടി എന്ത് ചെയ്യും? നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെടും. കുലകുണ്ടലിനി ചൈതന്യം എന്ന് പറയുന്നൊരിതുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും സമാധി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ 7 ജന്മത്തിനും ആത്മമുക്തി കിട്ടുന്ന ഒരു വ്യക്തി ആത്മീയ പാതയിലേക്ക് ഇറങ്ങി മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കുണ്ടലിനി ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. കുടുംബത്തിലുള്ള ഒരു യോഗീശ്വരിയുടെ കുണ്ടലിനി ചൈതന്യം നമ്മുടെ ആ വ്യവസ്ഥയിലുമുണ്ട്. ആ കുണ്ടലിനി ചൈതന്യം നമുക്ക് വേഗതയാക്കും നമ്മുടെ ആത്മീയ ലൈഫ്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് റനാനുബന്ധം കൊണ്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് വിട്ടുപോകും. അവിടെ നമ്മൾ പൂർണ്ണമായിട്ടും സംതൃപ്തരാകും. അവിടെ ഉറച്ചു നിൽക്കാനും ക്ലാരിറ്റി കിട്ടും. ഇത് എല്ലാവരുടെയും ജീവിതത്തിൻ്റെയാണ്. എല്ലാ നദികളും ഒഴുകി ചെല്ലുന്ന ഒരു സമുദ്രത്തിലേക്കാണ്. അപ്പം എല്ലാവരും സ്പിരിച്വലാണ്. ആ എല്ലാവരിലും ഉള്ള ആ ഒരു ഘടനയെ ഇടനാടി പെട്ടെന്ന് യോജിപ്പിക്കും. ഇതിനാണ് സർപ്പബലി പോലുള്ള കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് നമ്മുടെ കുലദൈവങ്ങളായിട്ടും പിതൃക്കളുമായിട്ടുള്ള ദോഷത്തിൽ നിന്നുള്ള മുക്തിയും, ദോഷമെന്ന് പറയുന്നത് ആരും ഇരുന്ന് നമ്മളെ ദ്രോഹിക്കുന്ന ഒരു പ്രോസസ്സല്ല. ദോഷമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ക്ലാരിറ്റി കിട്ടാത്തൊരു വ്യവസ്ഥയാണ്. ജീവിതത്തിൽ നമുക്കറിയാലോ, പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. നമ്മുടെ കൂടുതലായിട്ട് ആത്മീയ ജ്ഞാനം കേൾക്കുമ്പോൾ മനസ്സിലാവാത്ത അവസ്ഥ അല്ലേ. ഒരു ഗുരു ഒരു ജ്ഞാനം പറഞ്ഞു തന്നാൽ അത് നമ്മൾ അന്ന് മനസ്സിലാവില്ലായിരിക്കും, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞായിരിക്കും നമുക്കത് കത്തുന്നത്. അതേപോലെ പെട്ടെന്ന് നമ്മുടെ ആത്മബോധം വർദ്ധിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി തീരാൻ, ആ വെളിച്ചത്തിലേക്ക് പോകാൻ ഒരു മാർഗം നമ്മുടെ ഇടനാടി തുറക്കുന്ന ഒരു പ്രോസസ്സാണ് എപ്പോഴും സർപ്പബലി പോലുള്ളതും ഇങ്ങനെയുള്ള ക്രിയകളൊക്കെ. അതിനുള്ള ടൂൾസാണ് ശരിക്കും. അപ്പോൾ ഉടനെ തന്നെ 21 ദിവസത്തെ മെഡിറ്റേഷൻ തുടങ്ങുകയാണല്ലോ. അപ്പം അതിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ ഫലങ്ങളാണ് അവർക്ക് ഉണ്ടാകുക, പിന്നെ പാലിക്കേണ്ടതായ ഏതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണക്രമമായാലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവർ അറിയേണ്ടതായിട്ടുണ്ടോ? 21 ദിവസത്തെ ബ്രഹ്മമുഹൂർത്ത സമയം 2 മണിക്കൂർ ധ്യാനമാണ്. എപ്പോഴും ഒരു 2 മണിക്കൂർ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും 2 മണിക്കൂർ ധ്യാനമാകുമ്പോൾ അത് ഭക്ഷണം ദഹിക്കാനൊരു സമയം കൊടുക്കണ്ടേ. ഇപ്പോൾ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണി സമയത്ത് ഭക്ഷണം, 7 മണിക്കും 7:30ക്കും ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുക. അപ്പോൾ നന്നായി സ്ലീപ്പ് ചെയ്തിട്ട് രാവിലെ എണീറ്റ് നല്ല ഉന്മേഷത്തോടെ തന്നെ ധ്യാനത്തിന് ഇരിക്കാൻ പറ്റും. പിന്നെ ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത് ഞാൻ പറയാമല്ലോ, നമ്മുടെ ഇതിൽ അങ്ങനത്തെ ഇപ്പം നിങ്ങൾ ഒരു ബ്രാഹ്മണ ലൈഫ് സ്റ്റൈലിലേക്കൊന്നും വരണമെന്നൊന്നും അങ്ങനത്തെ ഒരു രീതിയില്ല.
ഞാൻ പറഞ്ഞല്ലോ ഒരു മെച്യൂരിറ്റിയാണ് ഇതിന്. ഇപ്പം വെജോ നോൺ വെജോ ഇതൊക്കെ നമ്മുടെ ഓൺ ഡിസിഷനാണ്. അവർ തന്നെ റിയലൈസേഷൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല മായ എന്നാണോ നിങ്ങളുടെ ഉള്ളിൽ ശക്തിയാക്കി തീർക്കുന്നത് അന്ന് നിങ്ങൾക്ക് എല്ലാം തിരിച്ചറിയാനായിട്ടുള്ളൊരു ഇതുണ്ടാവും. അതാണ് നമ്മുടെ അങ്ങനെ പാലനമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ധ്യാനം എന്ന് പറയുന്നത് എപ്പോഴും ഇതൊരു പരിശീലനമാണ്. എന്നുവെച്ചാൽ ഇത് നമ്മുടെ ചക്രങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ കുണ്ടലിനി പരിശീലനം എന്ന് പറയും. കുണ്ടലിനി ആക്ടിവേഷൻ അങ്ങനെയുള്ള പ്രോസസ്സൊന്നുമല്ല, അതൊക്കെ ഉയർന്ന തലമാണ്. എന്നാൽ ഇതൊരു പരിശീലനമാണ് ഊർജ്ജ ചക്രങ്ങളെ അനുഭവിച്ചറിയാനായിട്ട്. ഇപ്പം ബ്രാഹ്മി 21 ഡേയ്സ് നമ്മൾ ബ്രാഹ്മിയിൽ എടുത്തിട്ടുണ്ട്, 2 ബാച്ച് എടുത്തു. 2 ബാച്ചിലെയും അതിലുള്ളവരുടെയും എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ആധാര ചക്രങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്തവരെല്ലാം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഇൻറ്റൻസീവായിട്ടുള്ള പ്രോഗ്രാമാണ്, ഇത് ഡെഡിക്കേഷനാണ് 21 ഡേയ്സ്. നമ്മുടെ ഭൗതികത്തിലെ മെറ്റീരിയലായിട്ടൊരു സഫറിങ്ങിലൂടെ കടന്നു പോയിട്ട് അവിടെ ഒരു റിക്കവറി എന്നുള്ളത് അത് മാത്രം ചിന്തിച്ചല്ലേ. എനിക്ക് ലോട്ടറി അടിക്കണമെന്ന് പറഞ്ഞു, എനിക്ക് കാർ എടുക്കണമെന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ വന്ന് ചേരേണ്ട ഒരു പ്രോസസ്സല്ല ഇതിൽ. ഇതൊരു അങ്ങനത്തെ തലമല്ല, ഇത് സ്പിരിച്വാലിറ്റിയെ നമ്മളുടെ സെൽഫ് റിയലൈസേഷനാണ്. നിങ്ങൾ ആത്മീയതയിൽ എത്താൻ, അല്ല ആത്മീയതയിൽ അറിയാനായിട്ട് എന്താണ് ഈ ഇതിൻ്റെ പരമമായിട്ടുള്ള യാഥാർത്ഥ്യം അറിയാനായിട്ട് ഒരു സെൽഫ് റിയലൈസേഷൻ പ്രോഗ്രാമാണ് ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റൻസീവായിട്ടുള്ള സാധനയാണ്. അതിൽ ഇൻറ്റൻസീവായിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സ്പിരിച്വാലിറ്റിയാണ്. ഇവിടെ ആ സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനുശേഷം പരിശീലിച്ച് പോകാനായിട്ടുള്ള കുറച്ച് ക്രമീകരണമാണ്. ബ്രാഹ്മിയുടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനൊക്കെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്കതിൽ കുറച്ചുകൂടും എനർജി ശരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് രാവിലെ എണീറ്റിട്ട് ഇത് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഗൂഗിൾ മീറ്റ് വഴിയാണ്. ഗൂഗിൾ മീറ്റ് വഴിയാണ്. അപ്പോൾ നേരിട്ടായിട്ട് ക്ലാസ് എടുക്കുന്നില്ല, അങ്ങനെ എടുക്കുന്നുണ്ടോ? നേരിട്ടായിട്ട് നമ്മുടെ ശിവയോഗ വരുന്നുണ്ട്, പക്ഷേ ഡേറ്റോ കാര്യങ്ങൾ ഇപ്പം നമ്മൾ 2 ഇത് കഴിഞ്ഞു. ഒരു ഊട്ടി യാത്രയും കഴിഞ്ഞു അവരെ ആ ബാച്ചിൻ്റെ, പിന്നെ അതേപോലെ തന്നെ ശിവയോഗയുടെ ക്ലാസ്സും കഴിഞ്ഞു. ഇപ്പം തിരക്കായതുകൊണ്ട് മാം ശിവയോഗ കുറച്ചുകൂടും ഇതാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പം നമ്മൾ 1 ഡയമെൻഷനിലാണ് കാര്യം ചെയ്യുന്നത്, എനർജി തലത്തിൽ. അപ്പം 2 മാനങ്ങളും കൈകാര്യം ചെയ്യും. ഇപ്പോൾ സർപ്പ എനർജിയും ശിവ എനർജി എന്ന് പറയുന്നതും അതൊരു പർട്ടിക്കുലറായിട്ടുള്ള ഒന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഗുരു പരിശീലിക്കുമ്പോൾ ആ ഗുരു ആ ആധാര ചക്രങ്ങളിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പരിശീലനങ്ങൾ ഡിഫറെൻ്റ് എനർജിയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ അതല്ല, ഇപ്പോൾ നമ്മൾ ശക്തി സാധന ചെയ്യുമ്പോൾ ഉടനെ പോയിട്ട് ശിവാംഗ ചെയ്യരുത്, അല്ലെങ്കിൽ നാഗസാധന ചെയ്യരുത്. ഇത് രണ്ടും എനർജി തോന്നും, എന്നാൽ അതിനുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള അതിൻ്റെ ആനന്ദത്തെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ബ്രേക്ക് ഇട്ടായിരിക്കും. ഇപ്പം ബ്രാഹ്മി 21 ഡേയ്സ് ഇല്ലാത്ത സമയത്തായിരിക്കും ശിവാംഗ ഇത് വരുന്നത്, ശിവയോഗ വരുന്നത്. അങ്ങനെ ആയിരിക്കും ക്രമീകരണം. ഇതിൽ ഒരുപാട് പ്രായം ഉള്ളവരൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ താല്പര്യമുള്ളവരുണ്ടാവും, ചിലർക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഇത് തന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇപ്പം ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ നട്ടല് നൂന്നിരിക്കണം നമ്മളെപ്പോഴും. അപ്പം ചമ്പരം വരഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഒരു ചെയർ പോലെ ഒരു തലയാണയൊക്കെ ബാക്കി വെച്ചിട്ട് നട്ടല് നൂന്നിരിക്കുക, നട്ടല് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അറ്റൻഡ് ചെയ്യാം. പിന്നെ പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കാണ്. എപ്പോഴും ആധാര ചക്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ അനാഹത തൊട്ട് മുകളിലോട്ടുള്ള ചക്രങ്ങൾ എപ്പോഴും 21 വയസ്സിന് ശേഷമാണ് അത് പൂർണ്ണമായിട്ട് ഊർജ്ജ സ്വലത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ 21 വയസ്സിന് ശേഷമുള്ളവർക്കാണ് ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷനൊക്കെ. അല്ല, പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അതിരാവിലെ എണീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് തീർച്ചയായും അങ്ങനെയുള്ളവർ ശരിക്കും ഞാൻ പറയില്ല, എന്തെങ്കിലും ഈ അറ്റാക്ക് പോലെ കഴിഞ്ഞവർ, അല്ലെങ്കിൽ അമിതമായിട്ട് BP, ഷുഗർ, അതെ അങ്ങനെയുള്ളവർ ഇത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഇതൊരു ഹീലിംഗ് പ്രോസസ്സ് അല്ല, ഇത് അവർ ഇന്നർ ജേണിയിലേക്ക് ആഴത്തി പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഉയർന്ന എനർജി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ബോഡിയും മൈൻഡും താങ്ങില്ല. ബോഡിയും മൈൻഡും ഉയർന്ന എനർജി റിസീവ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിൽ അവർക്ക് കുറച്ചുകൂടും അത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതിരാവിലെ 4 മണിക്കൊക്കെ എഴുന്നേൽക്കേണ്ടതുകൊണ്ട് തലേ ദിവസം നേരത്തെ കിടന്ന് ഉറങ്ങാനും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. തീർച്ചയായും അതാ ഞാൻ പറഞ്ഞു, 7 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് 9 മണിയാകുമ്പോൾ കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രാവിലെ മെഡിറ്റേഷൻ സമയത്ത് ഉറങ്ങിപ്പോയ കാര്യമില്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ല, നമ്മളൊന്ന് ഡിസിപ്ലിൻ ഇതൊന്ന് പാലിച്ചു കഴിഞ്ഞാൽ ഒരു 21 ദിവസം നമ്മൾ ലൈഫിൽ എത്രയോ കാലം മുന്നോട്ട് ജീവിച്ചിട്ടുണ്ടല്ലേ, 10-50 വർഷം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 21 ദിവസം നമ്മൾ ഡിസിപ്ലിനോടെ ഈ 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ച് രാവിലെ എന്നിട്ട് ഇത് മാത്രം 2 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റം വലുത് തന്നെയാണ്.
എപ്പോഴും മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും പറയാനായിട്ട് പരിമിതി ഉണ്ടല്ലേ. ഞാനിപ്പോൾ മാമിനോട് പറയുമ്പോൾ ഞാൻ ബ്രാഹ്മി 21 ഡേയ്സിൻ്റെ പ്രൊമോഷൻ പറയുന്നത് പോലുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന വാക്കിൽ നിങ്ങൾ വിശ്വസിച്ചില്ലേ പോലും നിങ്ങൾ ആ അനുഭവത്തെ അറിഞ്ഞ ഒത്തിരിയും ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള. അവരെല്ലാം റിവ്യൂസ് എടുത്തിട്ട് ബ്രാഹ്മി നമ്മുടെ തന്നെ ബ്രാഹ്മിയുടെ ഒഫീഷ്യൽ ചാനലിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ശിവയോഗയ്ക്ക് വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിലും ശിവയോഗയുടെ മാനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അപ്പം എപ്പോഴും ഞാൻ പറയുന്നതിൽ ചിന്തിക്കേണ്ട അനുഭവിച്ചറിഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ബ്രാഹ്മി 21 ഡേയ്സിൽ വരുമ്പോഴും സമർപ്പിച്ചു വരിക, വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്നല്ലേ, നമ്മളിപ്പം എനിക്ക് മാമിനോട് ഒരു ഇഷ്ടമുണ്ട് അല്ല ഇവരോടെല്ലാം ഒരു ഇഷ്ടമുണ്ട്, ആ ഇഷ്ടത്തിലിരിക്കുക. അവിടെ ഒരു സംശയ കണ്ണുകൊണ്ട് നോക്കി കാണാതിരിക്കുക, വിലയിരുത്താൻ വരാതിരിക്കുക. അവിടെ നമുക്ക് ദൈവികമായിട്ടുള്ളൊരു പവിത്രത ഇല്ലല്ലോ, ശുദ്ധമായിട്ട് പവിത്രമായി വന്നിരിക്കുക. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ സമർപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, പറയുന്നതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വെറും 10% ധാരണയാണ്. പക്ഷെ നിങ്ങളത് അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾഫിൽ ആവുകയാണ്, നിങ്ങൾ 100% അതിൽ ഹാപ്പി ആവുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഭൗതിക യാത്രയോട് ഒപ്പം തന്നെ ആത്മീയ യാത്രയിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും, ആത്മീയമായി എത്രത്തോളം വളരാൻ സാധിക്കും, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ബ്രാഹ്മി സ്കൂൾ ഓഫ് ഇന്നർ സയൻസിൽ ഇപ്പം ഇത്തരം മെഡിറ്റേഷൻ ക്യാമ്പുകളും അല്ലെങ്കിൽ അത്തരം പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നുണ്ട്. ശിവയോഗയാണെങ്കിലും നാഗ മെഡിറ്റേഷൻ ആണെങ്കിലും എന്ത് തരം മെഡിറ്റേഷൻ ആണെങ്കിലും ഇപ്പം 21 ദിവസത്തെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് 21 മാസം 21 തീയതി ആരംഭിക്കുകയാണ്. അപ്പം അതിന് ചേരാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആദ്യയെ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ കൊടുത്തേക്കും. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.